ബൈജു, ഇപ്പോൾ തൊട്ടു മുമ്പ് ജിതിൻ പറയുന്നത് അതിൽ വ്യക്തമാണ്. ഈ കൂടുതൽ ഡ്രഡ്ജറുകൾ എത്തിക്കേണ്ട സാഹചര്യമാണ്, അതിനുള്ള അവസരമാണ്, ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയമാണ് എന്നതാണ് പ്രധാനം. കാരണം ആ പുഴ, അവിടുത്തെ കാലാവസ്ഥ ഒക്കെ ഈ തിരച്ചിലിന് അനുയോജ്യമായി നിൽക്കുന്ന സാഹചര്യം. മാത്രമല്ല, നമുക്ക് അർജുനെ കണ്ടെത്തണമെങ്കിൽ ഇനിയും വൈകിക്കൂടാ, ദിവസങ്ങളിൽ അത് നീണ്ടു പോകുന്ന സാഹചര്യമാണല്ലോ. അപ്പോൾ അത്തരത്തിൽ ഇടപെടൽ കേരളത്തിന്റെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. അപ്പോൾ ഡ്രഡ്ജറുകൾ കൂടുതൽ എത്തിക്കാൻ ഒരുക്കിക്കൂടെ അതിനുള്ള നടത്തുന്നുണ്ടോ? MLA ആയിക്കോട്ടെ, അല്ലെങ്കിൽ അവിടുത്തെ സാഹചര്യം കൂടി നമുക്ക് പ്രേക്ഷകർക്കായി പങ്കുവെക്കണം. തീർച്ചയായും എൽദോ, ഈ മണ്ണൂത്തി കാർഷിക സർവകലാശാലയുടെ ഈ യന്ത്രം അത് എത്തിക്കണമെന്ന ഒരു ആവശ്യം ഉത്തര കന്നഡ കലക്ടർ പറഞ്ഞിട്ടുണ്ട്. അതേതായാലും ആശയവിനിമയം നടക്കുന്നുണ്ട്. റവന്യൂ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. എന്തായാലും ആ യന്ത്രം ഇവിടെ എത്തിച്ചാൽ അത് കുറച്ചും കൂടി എളുപ്പമാകുമെന്നാണ് ഈ ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ഏതായാലും എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇപ്പോഴും നീരൊഴുക്ക് നമുക്ക് കാണാം. പിന്നീട് രാവിലത്തേക്കാളും കുറച്ചുകൂടി നീരൊഴുക്ക് കുറഞ്ഞ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഗംഗാവലി പുഴയിൽ. നേരത്തെ എൽദോ സൂചിപ്പിച്ചതുപോലെ രൗദ്രഭാവം പൂണ്ട് അത്തരത്തിൽ വലിയ തോതിൽ നീരൊഴുക്കുണ്ടായ ഒരു പുഴ, ഒരുപക്ഷെ ഈ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് പോലും നമുക്ക് എത്തപ്പെടാൻ കഴിയാത്ത രീതിയിലുള്ള വെള്ളം ഈ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തോതിൽ നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണാം. ഇതിന്റെ കരയൊക്കെ ഇടിഞ്ഞ് വലിയ വലിയ കൂറ്റൻ കല്ലുകൾ ഈ ഭാഗത്തൊക്കെ ഉള്ളത്. ഏതായാലും ഇതിൽ ഇപ്പോൾ 4 നോട്ട്സിന്റെ താഴെ മാത്രമാണ് ഇപ്പോൾ അടിയൊഴുക്കുള്ളത്. ആ രീതിയിൽ അവിടെ ഈ മൺകൂന ഇതിന്റെ അവശിഷ്ടങ്ങളൊക്കെ നമുക്ക് കൃത്യമായി നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. അവിടെ മാർക്ക് 4 എന്ന മേജർ റിട്ടയർഡ് ഇന്ദ്രപാൽ അദ്ദേഹം കണ്ടെത്തിയ ആ സ്ഥലത്താണ് ലോറി ഉള്ളത്. ആ സ്ഥലത്ത് ഒരിക്കൽ കൂടി ഇപ്പോൾ സോണാർ പരിശോധന നാവികസേന നടത്തും. അതിനുശേഷം കൃത്യമായി ലോറിയുടെ ലൊക്കേറ്റ് ചെയ്ത് ലോറി പുറത്തേക്ക് എടുക്കുക. ആ ലോറി ഇപ്പോൾ ചളിയിൽ പൂണ്ട നിലയിലാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് ഇപ്പോൾ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഉറങ്ങിക്കിടക്കുകയായിരുന്ന അർജുൻ അതേപടി അതിന്റെ അകത്ത് തന്നെ ഉണ്ടോ, ഏതെങ്കിലും തരത്തിൽ അവസാനമായി ഒരു നോക്ക് കാണാൻ അർജുനെ പറ്റുമോ എന്നതാണ് ഈ മണിക്കൂറിൽ ഉയരുന്ന ഏറ്റവും വലിയ ചോദ്യം. അതിന് ഉത്തരമാണ് ഏതാനും മണിക്കൂറുകൾക്ക് നമുക്ക് ലഭിക്കുക എന്ന് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തെരച്ചിലൊക്കെ നിർത്തി ഈ ഭാഗത്ത് ആരും തന്നെ ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഇവിടെ സജീവമായിരിക്കുന്നു. ഈ ജിതിന്റെ കുടുംബം എത്തിയിരിക്കുന്നു. ലോറി ഉടമ മനാഫ് ഇവിടെ എത്തിയിട്ടുണ്ട്. മാധ്യമങ്ങൾ എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. കന്നഡ മാധ്യമങ്ങളുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. എന്തായാലും ഈ തെരച്ചിൽ അത്രത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ട്. ഇനി വൈകിയാൽ ഒരു പക്ഷേ നമുക്ക് അർജുൻ എവിടെ എന്ന ചോദ്യം അത് അതേപോലെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 പേർ കൂടി ഇത്തരത്തിൽ ഈ പുഴയിലോ അതല്ല ഈ മൺകൂനയ്ക്കിടയിലോ ഉണ്ട്. അവരെയും കണ്ടെത്തേണ്ടതുണ്ട്. അത് തന്നെയാണ് കർണാടക ഹൈക്കോടതിയും വ്യക്തമാക്കിയത്. ആ 3 പേർക്കുമായുള്ള തിരച്ചിൽ ഊർജിതമാക്കണം. അത് കർണാടക സർക്കാരിനോട് അത്തരത്തിൽ ഹൈക്കോടതി നിർദ്ദേശിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും ഇനി ഈ കാര്യത്തിൽ കർണാടക സർക്കാരിന് പിന്നോട്ട് പോകാൻ കഴിയാത്തത്ര ഒരു സമ്മർദ്ദമുണ്ട്. ജിതിൻ നേരത്തെ സൂചിപ്പിച്ചത് അത് തന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായുള്ള അനുഭവമാണ്. ഈ ഒഴിവൊഴിവ് പറഞ്ഞ് ഇത് മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഇവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത്രത്തോളം കർശനമായി അവർ ഈ കുടുംബം ഉൾപ്പെടെ ഇവിടെ എത്തി സമരത്തിലേക്ക് പ്രതിഷേധം രേഖപ്പെടുന്ന രീതിയിലൊക്കെ കടക്കുമെന്ന ഒരു മുന്നറിയിപ്പ് നൽകിയത്. നമുക്കറിയാം അവരുടെ ഒരു മാനസികാവസ്ഥ അറിയാം. 29 ദിവസമായി മകനെ അതുപോലെ തന്നെ ഭർത്താവിന് കാത്ത് കുടുംബം ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ അതിനൊരു ഉത്തരം നൽകാൻ ഇവർക്ക് പറ്റുന്നില്ല. ഇത്രയും അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ടും അത് നീണ്ടുപോകുന്ന ഒരു കാര്യം. എന്തായാലും ഈ വരുന്ന ദിവസങ്ങളിൽ ഈ രീതിയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഇനിയും അടിയൊഴുക്ക് കുറയാൻ തന്നെയാണ് സാധ്യത. ഏതായാലും ഇപ്പോൾ വളരെ എളുപ്പമായി ഇത് തെരച്ചിൽ നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം തന്നെയാണ്. നമുക്ക് തന്നെ ഇവിടുന്ന് അത് കാണാൻ സാധിക്കും. ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം. നേരത്തെ വലിയ തോതിൽ ഒഴുക്ക് ഉണ്ടായിരുന്ന ഒരു പുഴയുടെ അവസ്ഥ
അവസ്ഥയാണ്. ഇപ്പോൾ മെലിഞ്ഞ് അത്രത്തോളം വെള്ളം കുറഞ്ഞ് താഴ്ന്നു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും വലിയ തോതിൽ മണ്ണും ചെളിയൊക്കെ ഇതിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതൊക്കെ നീക്കം ചെയ്യേണ്ടി വരുമോ? ഇതൊക്കെ അറിയണമെങ്കിൽ ആദ്യം ഈ ലോറി എവിടെയെന്ന് കണ്ടെത്തണം. ഇതുവരെ അർജുൻ ലോറിയും എവിടെയെന്ന ചോദ്യം. അതിലാകെ 6 or 7 ഈ തടിക്കഷ്ണം, ഈ ലോറിയിലുണ്ടായിരുന്ന തടിക്കഷ്ണം മാത്രമാണ് ലഭിച്ചത്. അതല്ലാതെ അതിനപ്പുറം ലോറി കൃത്യമായി കണ്ടെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ലോറിയുടെ സാന്നിധ്യം മാത്രമാണ് ഇത്തരത്തിൽ റഡാർ പരിശോധനയിൽ കണ്ടെത്തിയത്. ഇനി ആ ലോറി പുറത്തേക്ക് എടുത്ത് അതിനുള്ള ഏറ്റവും പ്രതീക്ഷ ക്യാബിനകത്ത് ഉണ്ടാകുമെന്ന് തന്നെയാണ്. അത് ഏതാനും മണിക്കൂറുകൾക്കകം അതിന് സ്ഥിരീകരണം ഉണ്ടാവും തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ബൈജു, ഒരു നിമിഷം. ഇപ്പോൾ മുങ്ങൽ വിദഗ്ധനായിട്ടുള്ള ടി കെ ഉണ്ണി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഉണ്ണി, ഇപ്പോൾ ആ ഗംഗാവലിയിലെ ഒഴുക്ക് നിയന്ത്രണത്തിലാണ്. അത് അടിയൊഴുക്ക് അതിരൂക്ഷമല്ല എങ്കിൽ പോലും നമുക്കവിടെ തെരച്ചിൽ എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് ഇനിയും